ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ്. ഞാൻ നമ്മുടെ എമ്പുരാൻ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ കുറേ റിവ്യൂ കണ്ടായിരുന്നു. എല്ലാം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആണ് ഞാൻ കണ്ടത്. അത് അവരെല്ലാം പറയുന്നത് ലൂസിഫറിൻ്റെ അത്രയും കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ ഫീലാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ഈ ഫിലിം വന്ന് കാണുന്നത് കൊണ്ടാണ് ഫിലിം നോർമലാണ്, ആവറേജ് ആണെന്ന് പറയുന്നത്. പക്ഷേ എമ്പുരാനാണ് കാണാൻ വന്നത്, എമ്പുരാൻ്റെ മൈൻഡിലാണ് വന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഉറപ്പായിട്ട് ഈ ഫിലിം കണ്ടിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഫിലിം ഇഷ്ടമാകും. എമ്പുരാനാണ് കാണാൻ വന്നത്, അല്ലാതെ ലൂസിഫർ അല്ല കാണാൻ വന്നതെന്നുള്ള മൈൻഡിൽ എമ്പുരാൻ കണ്ടിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഫിലിം ഇഷ്ടമാകും. എന്താണെങ്കിലും നിങ്ങൾ വന്ന് ഈ ഫിലിം കാണണം കേട്ടോ. ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു, പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു, സം ഷൂട്ടേഴ്സ് ഐഫോണിലെടുത്തതെന്ന്. ഞാനിങ്ങനെ ഈ ഐഫോണിനകത്ത് എടുത്ത് ഷൂട്ട് ഏതാണെന്ന് നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ചെറുതെങ്ങാണ്ടൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഐഫോണിലെ ഷൂട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് പെർഫെക്ഷനിൽ തന്നെ ഇവരെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എമ്പുരാന് ഒരു പാർട്ട് 3 കൂടെ ഇറങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ലാലേട്ടൻ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കണക്റ്റഡ് വരുന്നത് എമ്പുരാൻ 3-ലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും എമ്പുരാൻ 3 കാണണം. അത് വരുന്നതേ ഉള്ളൂ, കമ്മിങ് സൂണാണ്, അത് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണണം. എനിക്ക് എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു എനിക്ക് ലൂസിഫർ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്, ലൂസിഫർ ആയിരുന്നു എന്ന്. പക്ഷേ ഐ ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എമ്പുരാനാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എമ്പുരാനാണോ ലൂസിഫർ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.